ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് കുഫ്രിയിലാണ് നിൽക്കുന്നത്. കുഫ്രിയിലേക്ക് ഇത് സിംലയിൽ നിന്ന് രാവിലെ തിരിച്ചു. കുഫ്രി രാവിലെ ഒരു 8:30 മണിയായപ്പോൾ സിംലയിൽ നിന്ന് തിരിച്ചതാണ്. കുഫ്രിയിലേക്ക് കുറേ ദൂരം ഓഫ് റോഡ് വെഹിക്കിളിലും കുറച്ച് ദൂരം കുതിരപ്പുറത്തും, കുതിര എന്ന് പറഞ്ഞാൽ ശരിക്ക് കോവർ കഴുതയാണ്, അതിൻ്റെ പുറത്ത് വന്നു. മൊത്തം ഒരാൾക്ക് 1000 രൂപ പാക്കേജാണ്. പിന്നെ ഫോറസ്റ്റ് ഗൈഡുകൾക്ക് വേണ്ടി ഒരു 50 റുപ്പീസ് കൊടുക്കണം. ഇത്രയാണ് നമ്മളെ ചെലവ് ഒരാൾക്ക്. അപ്പോൾ കുഫ്രിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ടൂർ കോർഡിനേറ്റർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നമ്മുടെ അഭിരാംജി കോർഡിനേറ്റർ വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇനി ബാക്കി വിവരങ്ങൾ പിന്നാലെ പറയുന്നതാണ്. ഓക്കെ, കുഫ്രിയിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ. നമ്മുടെ 13 മെമ്പേഴ്സ് ഉണ്ട്. IRCTCയുടെ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. സാധാ അമൃത എങ്ങനെയുണ്ട് ഈ ടൂറ്? ഒരു സെക്കൻഡ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ കേരളത്തിൽ നിന്ന് IRCTC ടൂറിന്റെ ഭാഗമായി വന്നതാണ്. 13 പേരുണ്ട്. പ്ലസ് നമ്മളെ ടൂർ കോർഡിനേറ്റർ പിന്നെ അഭിരാം സാറ് അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഫ്രിയുടെ മെയിൻ പോയിന്റാണ്. ഇവിടെ സകലമാന സാധനങ്ങളും കിട്ടും. അപ്പോൾ കേരളത്തിൽ നിന്ന് വന്നതാണ്. 1000 രൂപ പാക്കേജിൽ പകുതി ഓഫ് റോഡ് വെഹിക്കിൾ, പകുതി കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂളാണ്. കോവർ കഴുതയിൽ വന്നു. പിന്നെ ഒരു 50 രൂപ ഫോറസ്റ്റിനും ഉണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരു കുടുംബം, സുരേഷ് സാറുണ്ട്, സാറിൻ്റെ കുടുംബം, സാറിൻ്റെ മകളാണ് അമൃത. എന്ത് പറയുന്നു അമൃതയ്ക്ക് ഈ ടൂറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ നല്ല ട്രിപ്പാണ്. ഞാൻ അവസാന നിമിഷം തീരുമാനിച്ചതാണ്, പക്ഷെ വളരെ നല്ല തീരുമാനം. എന്തായാലും അത് നന്നായി. ഈ കുതിരയല്ല, ഇതിൽ കോവർ കഴുത പുറത്ത് പോകുമ്പോ വല്ല ഭയമോ അങ്ങനെ ഒരു ഭയവും ഇല്ല. നല്ല ശരി, വളരെ ശരിയാണ് സാർ. സാറിന്റെ അഭിപ്രായം എന്താണ് സാർ? നല്ലൊരു എക്സ്പീരിയൻസ്. സാറിന്റെ വൈഫുണ്ട് ഇവിടെ നിപ്പുണ്ട്. ഒരു കോളേജ് കുമാരിയെ പോലെ ഉദിക്കുന്ന ആള് തന്നെ സാറിന്റെ ശ്രീലത മാഡം. എന്ത് പറയുന്നു നല്ല ടൂറിനെ പറ്റി? തീർച്ചയായിട്ടും നല്ലതാണ്. ബാക്കി ഉള്ള ആൾക്കാരൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ അവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അഭിരാം സാറുണ്ട്, നമ്മുടെ ഒരു പ്രഗത്ഭമതിയായ വെറ്ററൻ സാറ് ബാബു സാർ അവിടെയുണ്ട്. ബാബു സാർ ഓക്കെ അല്ലേ? ഇന്നല്ല, സാറാണ് കുതിരക്കുറ്റിയെ പോലെയാണ് സാർ ഇന്ന്. നിങ്ങളെന്ത് ഓടി നടക്കാത്തതെന്നൊക്കെ എന്നോട് ചോദിച്ചു അഭിരാം സാറിന്. നമ്മളെ കോർഡിനേറ്ററാണ്, നേരത്തെ നമ്മൾ എടുത്തു. പിന്നെ നമ്മുടെ ആൾക്കാർ എല്ലാം ഉണ്ട്. പിന്നെ സാർ എന്താണ് നമ്മളെ ഈ ടൂറിനെ പറ്റി? കുഫ്രിയിലെത്തി ഇവിടെ നിന്ന് ടൂർ നമ്മൾ വന്ന് വളരെ നല്ലൊരു അതിശയകരമായ ടൂറായിരുന്നു. നമ്മൾ കൂടുതൽ പേരും പ്രായമുള്ളവരാണെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിലും എല്ലാവർക്കും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു ഇത്. ഈ എക്സ്പീരിയൻസ് ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കുതിരസവാരി എന്ന് പറഞ്ഞ് നമ്മൾ കുതിരപ്പുറത്ത് നിന്ന് കയറും ഇറങ്ങും. ഇതല്ല, ഇത് മലമ്പ്രദേശത്തോടു കൂടി നമ്മൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ആൻ എക്സ്പീരിയൻസ്. റിമാർക്കബിൾ എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായും ജോണി സാർ വളരെ പ്രഗത്ഭമായിട്ട് സംസാരിച്ചു. സാർ എന്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഏതാണ്ട് 13 പേരാണ് ഈ ബാച്ചിലുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ വളരെ സഹകരണ മനോഭാവത്തോടെ നീങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അവസാനത്തെ ഈ സിക്കിമിലെ ഇതിന്റെ ഈ അവസാനമായിട്ട് ഞങ്ങൾ നീങ്ങിയ ഒരു കുതിര സവാരി ആയിരുന്നു. ആർക്കും തന്നെ കുതിരപ്പുറത്ത് കയറിയുള്ള പരിചയം ഇല്ലായിരുന്നെങ്കിലും തന്നെ അവിടുത്തെ കുതിരയെ നയിക്കുന്ന കുതിരയുടെ ഉടമസ്ഥര് വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടുവന്നത്. ഏതായാലും ആ ചതുപ്പിൽ കൂടെയുള്ള യാത്ര വളരെ പേടിപ്പെടുന്നതായിരുന്നെങ്കിലും വളരെ സുഖകരമായിരുന്നു എന്നുള്ളത് സംശയമില്ല. ഇനിയും ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും. ഈ യൂട്യൂബർക്കെല്ലാം ഞങ്ങളുടെ ഭംഗിയായിട്ട് ഞങ്ങളെ എല്ലാം എടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച യൂട്യൂബർക്ക് ഞങ്ങളുടെ 1000 അഭിനന്ദനം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. മാഡം എന്തോ അല്ല, ഇത് ഭയം എല്ലാം ഉണ്ടായിരുന്നു ചേച്ചി? ഇടയ്ക്കൊന്ന് ചിരിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു സംശയം ഭയം ഉണ്ടായിരുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് SSK ചന്ദ്രകാന്തം. താങ്ക് യു സാർ, താങ്ക് യു സാർ.
അപ്പോൾ ചേച്ചി പറയും, ചേച്ചി നമ്മളെ തീരെ വലിയ യാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. തീർച്ചയായും നല്ല നമ്മൾ ഇതായാലും മതിയാകുന്ന കുതിരപ്പുറത്തെ സവാരി ഒരു ഭയങ്കര അനുഭവമായിരുന്നു. നല്ല രസമായിരുന്നു. തിരിച്ചു ഇനി അതാലാണ് അങ്ങോട്ട് പോകേണ്ടത്. ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. ഓക്കെ. തീർച്ചയായും ചേച്ചി നല്ല ധൈര്യത്തോടു കൂടി തന്നെ ഇരുന്നത്. അപ്പോൾ നമ്മൾ പ്ലീസ് സബ്സ്ക്രൈബ് SSK. താങ്ക് യു മാഡം. സാർ അഭിരാം സാർ എന്തെങ്കിലും ഒന്ന് പറയുന്നോ? നമ്മുടെ ടൂർ കോർഡിനേറ്റർ ആണ്. പ്രഗത്ഭമായ യാത്രയായിരുന്നത്. നമ്മുടെ എല്ലാവർക്കും ഒരു വളരെ അധികമായ ഒരു എക്സ്പീരിയൻസ് ആയി. കുതിര ലൈറ്റ് ആവും. നമ്മുടെ പോണിപ്പോർ പുറത്തിലെ യാത്ര വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ സൈറ്റ് സീനിങ് ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഹിമാലയൻ വ്യൂയിലേക്ക് നമുക്ക് ടെലിസ്കോപ്പിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പ്രത്യേക ചാർജ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് പോവാം. പിന്നെ അതേപോലെ നല്ല ഹിമാലയൻ ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഇതാ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ പോരാതെ നാഗാ ടെമ്പിൾ 2 ടെമ്പിൾ ഉണ്ട് നമുക്ക് ഇവിടെ. മുകളിൽ കയറി കഴിഞ്ഞാൽ 2 ടെമ്പിൾ നമുക്ക് കാണാം. പിന്നെ കുറച്ച് താഴോട്ട് പോയാൽ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് 13 ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ഒരാൾക്ക് ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് 13 പേർക്ക് ഓരോരോ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. എല്ലാം നമുക്ക് ചെയ്യാം. താങ്ക് യു സാർ. സാർ ഒരുമായിട്ട് സംസാരിച്ച ഒരു ദ്വിഭാഷി എന്നുള്ള നിലയ്ക്കും കൂടി വളരെ പ്രഗത്ഭമായി എല്ലാ കാര്യവും ഞങ്ങൾക്ക് വിശദീകരിച്ചു. സാറിന് പ്രത്യേകം നന്ദി. ഓക്കെ, ബൈ. പ്രിയ സുഹൃത്തുക്കളെ, കുഫ്രിയിലെ നാഗ് ടെമ്പിളിന് മുന്നിൽ നിൽക്കുകയാണ്. കുഫ്രിയിലെ നാഗ് ടെമ്പിളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പ്രിമൈസസാണ്. ആ നാഗ് ടെമ്പിളിൻ്റെ പ്രിമൈസസിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. ഉണ്ടോ, വളരെ മനോഹരമായ സ്ഥലമാണ്. അങ്ങനെ ഇവിടെ വന്ന് പലരും പല വഴിക്ക് സൈറ്റ് സീയിങ്ങിന് പോയിരിക്കുകയാണ്. കണ്ടോ, വളരെ മനോഹരമായ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നാഗ് ടെമ്പിളിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണൻ, ഹനുമാൻ ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട്, ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്തുള്ള കാഴ്ച കാണിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോഗ്രാഫിങ് നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ച. ശിവാലി റേഞ്ച് ആണ് കാണുന്നത്. ഹിമാലയം തന്നെയാണ്. ഹിമാലയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോരോ പേരുകൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഹിമാലയം ആ പേരിൽ നിന്നാണ് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനമാണ്. അതിൻ്റെ തലസ്ഥാനമാണ് സിംല. അതിനടുത്തുള്ള കുഫ്രിയിൽ വന്നിരിക്കുകയാണ്. അവിടെ ഫോട്ടോ പോയിന്റിൽ ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സുഹൃത്തുക്കളെ, അപ്പോൾ ചിറ്റ്കുൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റ് ആണ് അവിടെ കാണുന്നത്. ചിറ്റ്കുൾ എന്ന് പറയുന്ന ഭാഗം. അതിനപ്പുറത്ത് ഉത്തരാഖണ്ഡാണ്. പിന്നെ കണ്ടോ, ഹിമാലയ റേഞ്ച്. ഈ ഭാഗത്താണ് ശിവാലി റേഞ്ച്. അതാണ് ശിവാലി റേഞ്ച്. ഓക്കെ. അപ്പോൾ ആ ചിറ്റ്കുൾ അതിനപ്പുറം, ഉത്തരാഖണ്ഡിന് അപ്പുറം വരുന്നത് ചൈനീസ് ബോർഡറായിട്ട് വരും. ചൈനീസ് ബോർഡർ കഴിഞ്ഞാൽ ചൈന സ്വാഭാവികമായിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. ബായ്. സുഹൃത്തുക്കളെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു മാന്യദേഹം സുഖമായി നിദ്ര കൊള്ളുന്നു. വേണ്ട, സുഖമായി കിടന്നുകൊണ്ട് നമ്മുടെ പൂർവികൻ എന്ന് പറയാവുന്ന മാന്യദേഹം അതിനെ സന്ദർശിക്കാൻ പുള്ളി ഇത്തിരി വില്ലനാണെന്ന് തോന്നുന്നു വന്നു. അല്ല, നല്ല ആരോഗ്യമുള്ള മാന്യദേഹങ്ങളാണ്. അവരെ നമുക്ക് ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം.
അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല തിരക്കാണ്, തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ആളുകളാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. അമർരാജി ഇരിക്കുന്നു, സുരേഷ് ജി, ആ ഓക്കെ, ആ ശ്രീലതാജി. You are from which state? From which state? Delhi. Delhi. Oh, we are from Kerala, the southernmost part of India. Betty, your good name, please. Name, please. Naisha again. Ah, beautiful name. Acha, Betty. യാക്കിന് പുറത്ത് ഇരുന്നു കൊണ്ട് ഐശ്വര്യമായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ സാധിക്കും. അതിനെന്തോ ഒരു ഫീസുണ്ട്, 50 രൂപയോ 100 രൂപയോ മറ്റോ ആണ്. ഹൗ മച്ച് ബൈ? യാക്കാണ്. സാറേ യാക്കിൽ കാണണോ? വേണ്ട, അത് തന്നെ അവിടെയുണ്ട്. ആ ഓക്കെ, ഗിരിധർ സാറ്. പ്രൈസ് 50 each. Only 50. Only 50. Yak. Okay. तुम्हारा नाम? ഗോപാൽ. അച്ഛാ നാം. താങ്ക് യു. സുഹൃത്തുക്കളെ, കുഫ്രിയിലെ അതിമനോഹരമായ മറ്റൊരു വ്യൂ പോയിന്റിലൂടെ ഇറങ്ങി നടക്കുകയാണ് ഞാൻ. എന്താ പൈൻമര കാടുകളാണ്, നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. ഇത്തിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നു. ഇവിടെയും ആരെയും കാണുന്നില്ല, ആൾക്കാരൊക്കെ അപൂർവമായി മാത്രം വരുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഒരു മനോഹരമായ സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാം എന്ന് കരുതിയതാണ്. ഈ എത്രയെങ്കിലും താഴേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല. ഓക്കേ സുഹൃത്തുക്കളെ, കുഫ്രിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ നടക്കുകയാണ്. ഇത് സിംലയ്ക്ക് അടുത്തുള്ള ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയാണ്. സുഖവാസ കേന്ദ്രം, നമ്മളെ ഊട്ടി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ സിംല തന്നെ ഒരു സുഖവാസ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് കുഫ്രി എന്തായിരിക്കും അവസ്ഥ? ചില സീസണുകളിൽ ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ സീസണാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് മഞ്ഞും ഇല്ല. നമുക്ക് മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നതെങ്കിലും. ഓക്കെ, അപ്പോൾ അതാണ് കുഫ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ പ്രിയ സുഹൃത്തുക്കളെ, സീപ്ലെയിൻ യാത്രയ്ക്ക് ഒരുങ്ങി നമ്മുടെ സാഹസികരായ ചില വനിതകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതാ അമൃത മന്ദം സൈറ്റിലേക്ക് കയറി നിൽക്കുകയാണ്. അമൃത, ഓ നിൽക്കുന്നു സീപ്ലെയിൻ. ഇതൊക്കെ എനിക്ക് പുഷ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമൃത മറ്റൊരു തീരം എൻ്റെ പുറകെ ഉണ്ട്. അത് മദർ ശ്രീലത മാഡം, പിന്നെ വേറൊരു യുവാവ് കുഞ്ചരിയ എന്ന പേരുള്ള മഹാൻ അവിടെ ഒരുങ്ങി വരുന്നുണ്ട്. പോകുന്നു. ബായ്. അത് തന്നെ സംഭവം. പോയി, അവിടെ എത്തി. ഇത്രയേ ഉള്ളൂ സംഗതി. അടുത്ത ആൾ ശ്രീലത മാഡം. അതിന് വലിയൊരു യുവാവാണ് വരുന്നത്, കുഞ്ചരിയ സാറെന്ന് പറയും. 24 വയസ്സ്. രണ്ടെന്നുള്ളത് എടുത്ത് മാറ്റിയിടേ. ശ്രീലത വേണം. ഓയ് ഒന്ന് നോക്ക്. ബായ്. അത് നോക്കിയില്ല. ഇത്തിരി ഒരു ചെറിയ അതൊക്കെ ഉള്ളത് സ്വാഭാവിക. അങ്ങെത്തി. അപ്പോഴേക്കിതാ അടുത്ത ആൾ കുഞ്ചരിയ സാറ്. സധൈര്യം
ഇതൊക്കെ എനിക്ക് പുഷ്പമാണ്, വല്ലഭന് ഉല്ലുമായുധം. അല്ല, അതിവിടെ യോജിക്കില്ല അല്ലേ? അത് യോജിക്കില്ല. അത് ആ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. ഹലോ ചേട്ടാ, പ്രായമൊക്കെ മനസ്സിലാണ്. മനസ്സിന് 24 വയസ്സ്. ചേട്ടാ നോക്കിയില്ല. ഓയ് അപ്പോൾ മറ്റ് ആക്ടിവിറ്റികളുണ്ട്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അവെയിൽ ചെയ്യാം. മറ്റുള്ളവർ മറ്റ് ഇതിലും വലിയ സാഹസിക പ്രവൃത്തികൾ ഇനിയുണ്ട്. അതാ പോകുന്നു നമ്മുടെ കോർഡിനേറ്റർ അഭിരാം സാറ്, പിന്നെ നമ്മുടെ മറ്റൊരു ധീര യുവാവ് രാജേഷ് സാറ് ഇവിടെയുണ്ട്. സാർ ഹായ്. ഹലോ ഹായ്. ഹായ്.